അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 4 മാസം എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ, അതേപോലെ ഞാനെന്ന വ്യക്തിയിലുണ്ടായ മാറ്റങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പല പെൺകുട്ടികൾക്കും, പെൺകുട്ടിന്ന് മാത്രമല്ല പല വ്യക്തികൾക്കും എന്തെങ്കിലും ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ കൂടി അത്രയും നല്ലതാണെന്ന് കൂടി കരുതിയിട്ടോ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ശരിക്കുള്ള നാൾ ട്രിവാൻഡ്രത്താട്ടോ. ട്രിവാൻഡ്രത്ത് നിന്നും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കൊച്ചിയിലാണ്. ഈ കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ കൊച്ചി തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ വലിയ ആനക്കാര്യമൊന്നുമില്ല, കാരണം ഇന്നത്തെ ലോകത്ത് പെൺകുട്ടികൾ പുറത്ത് പോയി പണിയെടുക്കുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ സ്കൂള് വീട് സ്കൂള് അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികൾ പുറത്ത് പോയി പണിയെടുക്കുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലുതാവില്ല. കാരണം അത് പറയാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യം എനിക്ക് അറിയാൻ പറ്റും, ഒരുപാട് വ്യക്തികൾ എന്തറിയാൻ പറ്റി. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണമായിരുന്നു, സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യണം. ആ ഒരു ഫീൽഡിൽ തന്നെ ഒരുപാട് കാര്യം പഠിക്കുന്നുണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇന്ന് പലർക്കൊരു മെൻറ്റാലിറ്റി ഉണ്ട്, സെയിൽസ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, അവർക്കൊന്നുമില്ല, ചുമ്മാ നിൽക്കുമല്ലേ, അങ്ങനൊരു മെൻറ്റാലിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. സെയിൽസിലും അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് ആ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ പറയാൻ കാരണം വരുന്നില്ല, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ആണ് കേട്ടോ. അപ്പോൾ ഈ 4 മാസം എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് വലുതാണ്. കാരണം ഈ ഒരു ഫീൽഡിനെ പറ്റി നല്ലത് എനിക്ക് അറിയാൻ പറ്റി, ഒരുപാട് നല്ല സുഹൃത്തുബന്ധങ്ങൾ കിട്ടി, ഒരുപാട് വ്യക്തികൾ എന്താണെന്ന് അറിയാൻ പറ്റി, അവരൊക്കെ ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ പറ്റി, മനുഷ്യർ എന്താണെന്ന് ഓൾറെഡി എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതേപോലെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റി, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റി, ലൈഫ് ഏകദേശം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരിത് കിട്ടി. അത് എപ്പോഴും അങ്ങനെയാണല്ലോ, ഒറ്റയ്ക്കൊരു കാര്യം നമ്മൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്കാവുമ്പോൾ, ലൈഫിലെന്നും ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഫേസ് ചെയ്യാൻ പഠിക്കും, പല കാര്യങ്ങളും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കും. ശരിയല്ലേ? അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനിന്ന് ഓക്കെയാണ്. പിന്നെ ഇപ്പോൾ വിഷമമുണ്ട്, കാരണം 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ശേഷം പറയുന്നത് നിർത്തി പോകാൻ തന്നെ പറയാം, കാരണം വേറെ ഒന്നുമല്ല, സിറ്റുവേഷൻസ് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. പക്ഷേ എൻ്റെ ആ സിറ്റുവേഷൻസ് ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ തന്നെ വരും. കാരണം അത്രയും സേഫും അത്രയും എന്താ പറയുക, അത്രയും ഒരു ഇതാ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഞാൻ ഓക്കെ ആയ ഒരു ഇത് വേറെടുത്തില്ല. നമ്മൾ പൊതുവെ ഓരോ ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഇഷ്യൂസ് നമുക്കുണ്ടാകും. ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് തന്നെ ഒരുപാട് സേഫ്റ്റി പ്രശ്നം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലായിക്കോട്ടെ, നമ്മൾ ഷോപ്പായിക്കോട്ടെ, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ കഴിഞ്ഞ 4 മാസമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് എടുത്തു പറയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. കാരണം എന്ത് കേൾക്കുമ്പോൾ ചില പല പെൺകുട്ടികൾക്കും ഒരിതായേക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പല പെൺകുട്ടികളും മുന്നോട്ട് ലൈഫിൽ വരാൻ വേണ്ടി ഒരുപാട് പേടിക്കുന്നുണ്ട്. പലവരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ പോകണ്ട, അവരെന്തെങ്കിലും പറഞ്ഞു നെഗറ്റീവ് കേട്ട് കഴിഞ്ഞാൽ ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല, ബാക്കിലോട്ട് വരില്ല. കാരണം ഞാനങ്ങനെ പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് എന്തായാലും ശരിയോ തെറ്റോ അതെന്തോ ആയിക്കോട്ടെ, നമ്മളെ പ്രശ്നം നമ്മളെ കാര്യമാണെന്ന് പറഞ്ഞ് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എടുക്കുന്ന യഥാർത്ഥ ശരിയായിട്ട് തീരുമാനമായിരിക്കും. ലൈഫിൽ ഒരിക്കലും നമ്മൾ പിന്നോട്ടിരിക്കുന്ന പോവേണ്ടിയില്ല. ലൈഫെന്നും സെറ്റായിട്ട് അടിപൊളിയായിട്ട് പോവുകയും ചെയ്യും. എന്നും നമ്മൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഒരാളെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും ലൈഫിൽ പോകാണ്ടിരിക്കുക. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകില്ല, മുന്നോട്ട് തന്നെ പോകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.